പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട്, സുഖല്ലേ? ഇന്ന് 6ാം ക്ലാസ്സിലെ പുതിയ ഒരു പാഠമാണ്. പുതിയ പാഠം നമുക്കൊന്ന് നോക്കാം. ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ, പ്രത്യേകിച്ച് ഉറുദു പഠിക്കുന്ന കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പാഠഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഉറുദുവിലെ അതിപ്രശസ്തനായ കവി ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിന്റെ വളരെ പ്രശസ്തമായ ഒരു കവിതയാണ്, പദ്യമാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. മഹാത്മാഗാന്ധിജി അല്ലാമ ഇഖ്ബാല് വഫാത്തായതിനു ശേഷം ഉറുദുവിൽ അയച്ച ഒരു കത്തിൽ പറയുന്നുണ്ട്, അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിന്റെ ഈ കവിത ബാർ ബാർ പട, ഒരുപാട് തവണ ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. രാകേഷ് ശർമ്മ ആദ്യമായി ബഹിരാകാശത്തേക്ക് പോയ ഇന്ത്യൻ സഞ്ചാരിയാണ്. ബഹിരാകാശത്ത് നിന്ന് രാകേഷ് ശർമ്മയോട് ഇന്ദിരാഗാന്ധി ചോദിച്ചു, ഇന്ത്യ എങ്ങനെയുണ്ട്? ഉത്തരം അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിന്റെ ഈ കവിതയായിരുന്നു. അപ്പൊ നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം. കലോത്സവ് കെ ദൂസരെ ദിൻ ബच्चे പ്രോഗ്രാം കി തയ്യാരി മേ ലഗേ थे. കലോത്സവത്തിന്റെ 2ാം ദിവസം കുട്ടികൾ പ്രോഗ്രാമിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ടീക്ക് 10 ബജേ ഏലാൻ ഹുവ. കറക്റ്റ് 10 മണിക്ക് അനൗൺസ്മെന്റ് വന്നു. അനൗൺസ്മെന്റ് ഇതാണ്, ഖൗമി ഗീത് കാ മുഖാബില ശുരു ഹോനെ വാലാ ഹൈ. ദേശഭക്തിഗാന മത്സരം ഉടൻ ആരംഭിക്കാൻ പോകുന്നു. രജിസ്റ്റർ നമ്പർ 25 സ്റ്റേജ് പർ ഹാസിർ ഹോ. രജിസ്റ്റർ നമ്പർ 25 സ്റ്റേജിൽ ഹാജരാവണം. മറിയം और उसके दोस्त, മറിയമും മറിയമിന്റെ കൂട്ടുകാരും സ്റ്റേജ് പർ പഹുഞ്ചെ, സ്റ്റേജിലെത്തി. और वो കൗമി ഗീത് പേഷ് കർനെ ലഗെ. അവർ കൗമി ഗീത് അവതരിപ്പിക്കാൻ തുടങ്ങി. അവ കൗമി ഗീതാണ് തരാനെ ഹിന്ദി എന്ന അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ എഴുതിയിട്ടുള്ള സാരേ ജഹാൻ സെ അച്ഛാ. सारे जहां से अच्छा हिंदुस्तान हमारा. സാരേ ജഹാൻ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര. ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളിൽ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹേ, ഏറ്റവും മികച്ച രാജ്യം അത് നമ്മുടെ രാജ്യമായ ഇന്ത്യയാണ് എന്നാണ് അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ പറയുന്നത്. ഹം ബുൽബുലേ ഹെ ഉസ്കി യേ ഗുൽസിത്താൻ ഹമാര. ഈ പൂന്തോപ്പ് നമ്മുടേതാണ്. ഈ പൂന്തോപ്പിലെ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുന്ന, പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന ബുൽബുൽ പക്ഷികളാണ് നമ്മൾ. ഗുർബത്ത് മേ ഹൂ അഗർ ഹം രഹതാ ഹേ ദിൽ വതൻ മേ, സംജോ വഹി ഹമേ ഭി ദിൽ ഹോ ജഹാ ഹമാര. ഒരുപക്ഷെ നമ്മൾ ഗുർബത്തിലായിരിക്കാം, വിദേശത്തിലായിരിക്കാം, പ്രവാസത്തിലാണെങ്കിലും നമ്മുടെ മനസ്സ് അതെവിടെയാണ്? ഇന്ത്യയിലാണ്. നമ്മുടെ ശരീരം മാത്രമേ എവിടെയുള്ളൂ? പ്രവാസ ലോകത്തുള്ളൂ, വിദേശത്തുള്ളൂ. ജോലിക്ക് വേണ്ടി വിദേശത്തേക്ക്, പ്രവാസത്തേക്ക് നമ്മുടെ രാജ്യം വിട്ടുപോയ ആളുകൾ, അവരുടെ മനസ്സ് ഇന്ത്യയിലാണ്, ശരീരം മാത്രമേ വിദേശത്തുള്ളൂ. അങ്ങനെയെങ്കിൽ സംജോ വഹി ഹമേ പി ദിൽ ഹോ ജഹാ ഹമാര. അവരുടെ മനസ്സ് ഏത് രാജ്യത്താണോ ഉള്ളത്, അവർ ആ രാജ്യക്കാർ തന്നെയാണ് എന്ന് സംജോ, എന്ന് മനസ്സിലാക്കൂ. गुर्बत में हूं अगर हम, रहता है दिल वतन में समझो, वहीं हमें भी दिल हो जहां हमारा. ഞങ്ങൾ ശരീരം കൊണ്ട് വിദേശത്താണെങ്കിലും ഞങ്ങളുടെ ഹൃദയം ഞങ്ങളുടെ രാജ്യത്താണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയം എവിടെയാണോ അവിടെ തന്നെ ഞങ്ങളുടെ യഥാർത്ഥ സാന്നിധ്യമുണ്ടെന്ന് നിങ്ങൾ കണക്കാക്കണം. പർവത് വോ സബ്സെ ഊഞ്ചാ ഹംസായ ആസ്മാൻ കാ, വോ സുന്തരി ഹമാര, വോ പാസ്പാ ഹമാര. ആ ഒരു പർവ്വതം ഉണ്ടല്ലോ, ഏതാണ് ആ പർവ്വതം? ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായി നിലനിൽക്കുന്ന ഹിമാലയ പർവ്വതം. വോ സബ്സെ ഊഞ്ചാ, അത് നല്ല ഉയരമുള്ള പർവ്വതമാണ്. ഹംസായ ആസ്മാൻ കാ, ആകാശം മുട്ടി നിൽക്കുന്ന, ആകാശത്തെ തൊട്ടുരുമി നിൽക്കുന്ന ഏറ്റവും ഉയർന്ന ഹിമാലയ പർവ്വതം.
വസന്തരി ഹമാര വോ പാസ്പാൻ ഹമാര. അത് നമ്മുടെ രാജ്യത്തിന്റെ രക്ഷകനും നമ്മുടെ രാജ്യത്തിന്റെ കാവൽക്കാരനുമാണ്. ഗോധി മെ ഖേൽത്തി ഹെ ഉസ്കി ഹസാറോ നദിയാം. ആ പർവ്വതത്തിൽ നിന്ന് ഗോധി മെ ഖേൽത്തി ഹെ ഉസ്കി ഹസാറോ നദിയാം. അതിന്റെ മടിത്തട്ടിലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് നദികളുണ്ട്. ഗുൽഷൻ ഹെ ജിൻകെ ദം സെ രഷ്കെ ജിനാ ഹമാര. മറ്റുള്ള രാജ്യക്കാർക്കെല്ലാം അസൂയയുണ്ടാക്കുന്ന വിധം, അവർക്കൊക്കെ അസൂയപ്പെടുത്തുന്ന വിധത്തിലുള്ള ഗുൽഷൻ, ആ ആ നദികളിലൂടെ ഒഴുകുന്ന വെള്ളങ്ങൾ കൊണ്ട് ഒരുപാട് പൂന്തോട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവസാനത്തെ വരി വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രശസ്തമായ വരികളാണ്. മസ്ഹബ് നഹീ സിഖാത്ത. ഒരു മതവും പഠിപ്പിക്കുന്നില്ല. അത് ഹിന്ദു മതമാവട്ടെ, ഇസ്ലാം മതമാവട്ടെ, അല്ലെങ്കിൽ സിഖാവട്ടെ, ജൈനനാവട്ടെ, ക്രിസ്ത്യനാവട്ടെ, പാഴ്സിയാവട്ടെ, ഏതൊരു മതവും നഹീ സിഖാത്ത. അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ പറയാണ്, ഒരു മസ്ഹബും പഠിപ്പിക്കുന്നില്ല. എന്ത് പഠിപ്പിക്കുന്നില്ല? ആപസ് മേ ഭയർ രഖന. നിങ്ങൾ പരസ്പരം വൈരം വെക്കണമെന്ന്, നിങ്ങൾ പരസ്പരം കലഹിക്കണമെന്ന്, ശത്രുത വെക്കണമെന്ന് ഒരു മതക്കാരൻ അപ്പുറത്തെ മതക്കാരനെ ദേഷ്യത്തോടെ വെറുപ്പോടെ കാണണമെന്ന് ഒരു മതവും പഠിപ്പിക്കുന്നില്ല. നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് ഹിന്ദി ഹേ ഹം. നമ്മൾ ഇന്ത്യക്കാരനായി. ഹിന്ദി ഹേ ഹം. നമ്മൾ ഇന്ത്യക്കാരനാണ്. ഹം വതൻ ഹേ. നമ്മുടെ എല്ലാവരുടെയും രാജ്യം ഒന്നാണ്. മുസ്ലിം ആയാലും ക്രിസ്ത്യനായാലും ഹിന്ദുവായാലും ജൈനനായാലും പാഴ്സിയായാലും സിഖായാലും ബഹായി ആയാലും ഏതു മതമായാലും മതമില്ലാത്തവനായാലും ഹിന്ദി ഹേ. നമ്മൾ ഇന്ത്യക്കാരനാണ്. ഹം വതൻ ഹേ. നമ്മുടെ രാജ്യം ഒരേ ഒരു രാജ്യക്കാരാണ്. ഹിന്ദുസ്ഥാൻ ഹമാര. നമ്മുടെ രാജ്യം ഇന്ത്യയാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. വളരെ പ്രശസ്തമായ വരികളാണ് അത്. ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ മഷ്ഹൂർ ഉറുദു ഷായർ ഹേ. അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ ആരായിരുന്നു? മഷ്ഹൂർ ഉറുദു ഷായർ ഹേ. വളരെ പ്രശസ്തനായ ഉറുദു കവിയാണ്. वो 1877 को सियालकोट में पैदा हुए. 1877 1877 को സിയാൽകോട്ട് മേ പൈദാ ഹുയ. സിയാൽകോട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. മഷ്ഹൂർ കൗമി ഗീത് തരാന ഹിന്ദി. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൗമി ഗീതാണ് തരാനെ ഹിന്ദി, അഥവാ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത സാരേ ജഹാൻ സെ അച്ഛാ ഉൻകി കിതാബ് ബാങ്കെ ദറ സേ ലിയാ ഗയാ ഹെ. അദ്ദേഹത്തിന്റെ പുസ്തകമായ ബാങ്കേദറയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് 4 പുസ്തകമുള്ളത്. ബാങ്കേദറ, ബാലെ ജിബ്രീൽ, ജർബെ കലീം, അർമഗാനെ ഹിജാസ്. ബാങ്കേദറ, ബാലെ ജിബ്രീൽ, ജർബെ കലീം, അർമഗാനെ ഹിജാസ്. ഇതിലെ ബാങ്കേദറയിൽ നിന്ന് എടുക്കപ്പെട്ടിട്ടുള്ള അതിലുള്ള ഒരു പദ്യാണ് സാരെ ജഹാൻ സെ അച്ഛാ. ഉനോനെ ബച്ചോം കെ ലിയെ കൈ നസ്മേ ലിഖി. അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് പദ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മള് പ്രാർത്ഥനയായി പാടുന്ന ലപ്പേ ആത്തി ഹെ ദുആ ബൻ കെ തമന്ന മേരി എന്ന് തുടങ്ങുന്ന പദ്യം അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിന്റെയാണ്. അങ്ങനെ ഒരുപാട് പദ്യങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇനിയോ 1938 को ലാഹോർ में उनका इंतकाल हुआ. 1938 ലാഹോറിലാണ് അദ്ദേഹം വഫാത്തായത്. അപ്പോൾ ഈ പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ശുക്രിയ. ഖുദാ ഹഫീസ്.